രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു കാർ ഇങ്ങനെ അത്യാവശ്യം വേഗതയിൽ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡിലൊരു ഡോഗ് ആക്സിഡന്റ് പറ്റി കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് വണ്ടി നിർത്തി. അപ്പോൾ ആ കാറിനകത്ത് ടാറ്റ കമ്പനിയിൽ ജൂനിയർ ഡിസൈൻ എഞ്ചിനീയർ ആയിരുന്ന ശാന്തനു ഉണ്ട്. ശാന്തനു ഇറങ്ങിയിട്ട് ആ ഡോഗിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടുമ്പോഴേക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വളരെ വേഗത്തിൽ വന്നൊരു കാറ് ഈ തെരുവ് നായയുടെ മേലെ കയറി ഇറങ്ങി അങ്ങ് പോയി. ആ കാഴ്ച ശാന്തനുവിനൊരു ഷോക്കായിരുന്നു. പലപ്പോഴും രാത്രി ഇങ്ങനെ തെരുവ് നായ്ക്കൾക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശാന്തനു ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചു. പലപ്പോഴും രാത്രി സമയത്ത് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ തെരുവ് നായ്ക്കളുടെ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണുന്നത്. ആ സമയത്ത് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയാൽ പോലും ആ തെരുവ് നായയെ രക്ഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പം എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചപ്പോൾ ശാന്തനുവിൻ്റെ മനസ്സിലൊരാശയം വന്നു. സാധാരണ റോഡ് പണിക്കാരും അല്ലെങ്കിൽ സൈക്കിൾ യാത്രക്കാരൊക്കെ ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രസ്സും എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ റിഫ്ലക്ടർ ഘടിപ്പിച്ച ഒരു കോളർ തെരുവ് നായ്ക്കളുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്താൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും വളരെ ദൂരത്ത് നിന്ന് തന്നെ ഡ്രൈവർമാർക്ക് ഡോഗ്സിനെ കാണാനും തിരിച്ചറിയാനും പറ്റും. അങ്ങനെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശാന്തനു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. മോട്ടോപോസ് അതായിരുന്നു ആ കമ്പനിയുടെ പേര്. അങ്ങനെ രാത്രി സമയത്തുണ്ടാവുന്ന റോഡ് അപകടങ്ങളിലൂടെ തെരുവ് നായ്ക്കൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വളരെയേറെ കുറഞ്ഞു. പക്ഷെ അപ്പോഴും ഒരു കമ്പനി എന്ന നിലയിൽ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശാന്തനുവിന് സാധിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് ശാന്തനുവിൻ്റെ അച്ഛനാണ് ശാന്തനുവിന് ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. ശാന്തനു, നീ ടാറ്റ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നത്, ഒരു കാര്യം ചെയ്യ്, നീ ഈ കാര്യകാരണ സഹിതം വിശദീകരിച്ചുകൊണ്ട് രത്തൻ ടാറ്റയ്ക്ക് ഒരു കത്തയക്ക്. കാരണം അദ്ദേഹത്തിന് ഡോഗുകളെ വളരെ ഇഷ്ടമാണ്. വലിയ പ്രതീക്ഷയൊന്നും തോന്നിയിട്ടില്ലെങ്കിലും അച്ഛൻ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ ആയ ഒരു കത്ത് ശാന്തനു രത്തൻ ടാറ്റയ്ക്ക് അയച്ചു. ആ കത്ത് വായിച്ച് ഇഷ്ടം തോന്നിയ രത്തൻ ടാറ്റ 2 മാസങ്ങൾക്ക് ശേഷം ശാന്തനുവിനെ നേരിട്ടൊരു മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ അവർ ഡിസ്കസ് ചെയ്തു. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ശാന്തനുവിൻ്റെ മോട്ടോപോസിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് 4ഓളം രാജ്യങ്ങളിൽ 20ഓളം നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്റ്റാർട്ടപ്പാണ് മോട്ടോപോസ്. ഇനി കഥക്കൊരു പോസ്, ഈ കഥക്കൊരു ടൈലൻ്റ് ഉണ്ട്. ഈ പയ്യന്റെ തലയിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല ആശയങ്ങൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ രത്തൻ ടാറ്റ സ്വപ്നതുല്യമായ വലിയൊരു ഉത്തരവാദിത്വം കൂടി ശാന്തനുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ശാന്തനു നായിഡു രത്തൻ ടാറ്റയുടെ ഓഫീസിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ട് മാറി. അനുകമ്പയും സഹാനുഭൂതിയും ഒപ്പം സഹജീവി സ്നേഹവും കൂടെ കൊണ്ട് നടന്നൊരു മനുഷ്യന് ആദരാഞ്ജലികൾ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.